walkwithrenjithന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാടിലെ ഒരു വളരെ മനോഹരമായ സിനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പാലക്കാടിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊന്ന് മംഗലം ഡാം. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡാം തന്നെയാണ് മംഗലം ഡാം എന്ന് പറയുന്നത്. വളരെ സീനിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. വരൂ, ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ആകെ മൊത്തം ടോട്ടൽ 15 ഡാമുകളുള്ള പാലക്കാടിലെ മനോഹരമായ ഒരു ഡാമാണ് മംഗലം ഡാം. പാലക്കാട് ടൗണിൽ നിന്നും വരുന്നവർക്കും തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കും മെയിൻ റോഡിലൂടെ തന്നെ ഇങ്ങോട്ടേക്ക് വരാം. പാലക്കാട് നിന്ന് ഏകദേശം 30 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ 40 കിലോമീറ്ററും യാത്ര ചെയ്താൽ മുടക്കൊല്ലൂർ എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നും കഷ്ടിച്ച് 10 കിലോമീറ്ററേ ഉള്ളൂ മംഗലം ഡാമിലേക്ക്. നിങ്ങൾ പാലക്കാടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വേഗത്തിൽ വന്നു പോകരുത്. ഓരോ ഡെസ്റ്റിനേഷനുള്ള വഴിയും ആ വഴിയോര കാഴ്ചകളും ഡെസ്റ്റിനേഷനേക്കാൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. അതുകൊണ്ട് അതെല്ലാം ആസ്വദിച്ച് മാത്രമേ പാലക്കാട് ട്രിപ്പ് നടത്താവൂ. എങ്കിലേ പാലക്കാടിനെ മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റൂ. മംഗലം ഡാമിലേക്കുള്ള വഴിയും ഇതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഡാമുകളെല്ലാം ഏകദേശം ഒരുപോലെയാണെങ്കിലും ഡാമുകളെ വ്യത്യസ്തമാക്കുന്നത് അത് നിൽക്കുന്ന ചുറ്റുപാടിന്റെ ഭംഗിയാണ്. അതുപോലെ വ്യത്യസ്തതയുള്ള ഒരു ഡാമാണ് മംഗലം ഡാമിലുള്ള മംഗലം ഡാം. സംശയിക്കണ്ട, ആ സ്ഥലപ്പേരും ഡാമിന്റെ പേരും ഒന്ന് തന്നെയാണ്, മംഗലം ഡാം. ഇതാണ് മംഗലം ഡാമിലേക്കുള്ള എൻട്രൻസ്. മംഗലം ഡാമിന്റെ പല ഭാഗങ്ങളിലായി നല്ല വ്യക്തമായ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവിടെ എത്തുന്നവരെ കൃത്യമായി ഗൈഡ് ചെയ്യും. എൻട്രൻസിന്റെ വലതുഭാഗത്തായി തന്നെ ടിക്കറ്റ് കൗണ്ടറിലുണ്ട്. അറിഞ്ഞോ അറിയാതെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാതെ പോവുകയാണെങ്കിൽ ഡാമിലേക്ക് എത്തുന്ന സ്ഥലത്തും ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇത് ഞാൻ ഇവിടെ കണ്ട ഒരു രാക്ഷസൻ ആൽമരമാണ്. ഡാമിലേക്കുള്ള എൻട്രൻസ് ഫീസിന്റെ വിവരം ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ നിന്നും കഷ്ടിച്ച് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താലാണ് ഡാമിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡാമിൽ നിന്ന് തിരികെ വരുമ്പോൾ സന്ധ്യ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചം കുറവായിരിക്കും. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. വഴി അല്പം മോശമാണ്. അങ്ങനെ നമ്മൾ മംഗലം ഡാമിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെയാണ് അധികൃതർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഡാമിന്റെ പരിസരം അവർ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് മംഗലം എർത്ത് ഡാം. ഇത് റിസർവോയർ. മംഗലം ഡാം ഒരു ദ്വീപ് പോലെയാണ്. 100% ദ്വീപല്ലെങ്കിലും 3/4 ഭാഗവും ദ്വീപ് പോലെയാണ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതിന്റെ കരയിലൂടെ നടന്ന് കാഴ്ചകൾ കാണാം എന്നതാണ് അതിന്റെ ഭംഗി.
ഇതാണ് വാക്ക്വേ. ഇത് വാക്ക്വേയിലുള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്. കേരള തമിഴ്നാട് ബോർഡറിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാടിന്റെ പച്ചപ്പിന്റെ തീരത്ത് ചെറുകുന്നപ്പുഴ ഇങ്ങനെ പരന്നു കിടക്കുന്നത് നടന്നു കാണാൻ ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി ഒരു വാക്കിംഗ് എക്സസൈസിനോടൊപ്പം ഈ കാഴ്ചകളും കാണാം. ഞങ്ങളുടെ യാത്രാ മധ്യേ കണ്ട ഒരു കാഴ്ചയാണിത്. ഈ തിരക്കിനിടയിലൂടെ ഒരാൾ അത്ലറ്റിക് എക്സർസൈസ് ചെയ്യുന്നു. അവസാനം ഞാൻ അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ചു. ആ കാണുന്ന നെല്ലിയാമ്പതി മലനിരകൾക്കപ്പുറം സൂര്യൻ അസ്തമിച്ചു. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ സ്ഥിരം വരച്ചിരുന്ന പടം മലയും സൂര്യനും. ഇതാണ് കുട്ടികൾക്കുള്ള പ്ലേ സോൺ. എന്തായാലും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ ഇടം തന്നെയാണ്. ഇനി പോകുന്നത് ഡാമിന്റെ ഷട്ടർ ഭാഗത്തേക്കാണ്. ഇലയില്ലാത്ത മരത്തിലെ പൂക്കൾ. ഇത് പോകുന്നത് മറ്റൊരു പാർക്കിലേക്കാണ്. ആളുകൾക്ക് ഇരിക്കുവാനൊക്കെ കുറേ സ്ഥലമുണ്ട് ഇവിടെ. ഇദ്ദേഹമാണ് നമ്മൾ നേരത്തെ കണ്ട അത്ലറ്റ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. എൻ്റെ പേര് siyafar.k ആണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ വക്കാലയാണ് എൻ്റെ സ്വദേശം. ഞാൻ കേരള സീനിയർ നെറ്റ്ബോൾ ടീമിലെ അംഗമാണ്. ഞാൻ ഫെഡറേഷൻ കപ്പ്, സീനിയർ നാഷണൽസ്, അതേപോലെ തന്നെ സൗത്ത് സോൺ നാഷണൽസ്,
അങ്ങനെയുള്ള ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി കളിക്കുകയും മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലും ബ്രോൺസ് മെഡലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും വർക്കൗട്ടിന് വരുന്ന ഒരു സ്ഥലമാണ് ഈ മംഗലം ഡാം എന്ന് പറയുന്നത്. എൻ്റെ വീടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് ഫിറ്റ്നസ്സുകളൊക്കെ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ SSBയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലുണ്ടാവുമ്പോൾ കഴിയുന്നത്ര ടൈമിൽ രാവിലെയും വൈകുന്നേരവും ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മംഗലം ഡാം എന്ന് പറയുന്നത്. എൻ്റെ ഫിറ്റ്നസ്സിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മംഗലം ഡാം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു മനോഹരമായൊരു സ്ഥലമാണ് മംഗലം ഡാം എന്നുള്ളത്. അതായത് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർ പോലും അതുപോലെ തന്നെ പുറത്തെയും ഒരുപാട് ആളുകൾ ചില ദിവസങ്ങളിലൊക്കെ മംഗലം ഡാം കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതായത് ഒരു നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മംഗലം ഡാം എന്ന് പറയുന്നത്. ഇവിടെ ഡാമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചെറിയ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് ഈ മംഗലം ഡാം എന്നുള്ളത്. ഇതാണ് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം. ഒരു വൈകുന്നേരം മുഴുവൻ ചെലവഴിക്കാൻ പറ്റിയ ഇടം. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ എന്റർടൈൻ ചെയ്യിക്കുന്നൂടെ. തീർച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കൂടുതൽ ഇംപ്രവൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.